റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൗബയുടെ താക്കോലൊന്ന് കൈകൊണ്ട് പിടിക്കണമെന്നുള്ളത്. അങ്ങനെ ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് നമ്മ റസൂൽ ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ, ആ താക്കോലൊന്ന് എനിക്കൊന്ന് പിടിക്കാൻ വേണ്ടി തരുമോന്ന്. നമ്മുടെ ഉസ്മാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് അതിന് എന്ത് യോഗ്യതയാണുള്ളത്? ആടിന് മേய்ച്ച് നടക്കുന്ന നിനക്ക് എന്താണ് ഈ താക്കോല് പിടിക്കാനുള്ള യോഗ്യത എന്ന് നമ്മ റസൂലിനോട് ചോദിക്കുമ്പോ റസൂൽ ചെറിയ പുഞ്ചിരിയോടുകൂടി ഉസ്മാനോട് തിരിച്ചു പറയുകയാണ്, ഉസ്മാൻ, ഈ താക്കോല് എന്റെ കയ്യിൽ വരുന്ന ഒരു ദിവസം വരും. നമ്മുടെ ഉസ്മാൻ തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് അറേബ്യയുടെ അവസാനമായിരിക്കും, ഖുറൈശികളുടെയും അവസാനമായിരിക്കും. നമ്മ റസൂല് പറയുകയാണ്, ഇല്ല ഉസ്മാൻ, അന്ന് അറേബ്യക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഖുറൈശികൾ നല്ല രീതിക്ക് തന്നെയായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ മക്ക വിജയ സമയത്ത് നമ്മുടെ അറേബ്യയുടെ ഭരണം ആര് ഭരിക്കണമെന്ന് നമ്മ റസൂല് തീരുമാനിക്കുന്ന ആ സമയത്ത് നമ്മ റസൂലിന്റെ കയ്യിൽ നമ്മൾ ഉസ്മാൻ കൊടുക്കാണ്ടിരുന്ന ആ കൗബയുടെ താക്കോലുമുണ്ട്. കൂടി നിൽക്കുന്ന പതിനായിരങ്ങൾ ചിന്തിക്കുകയാണ്, ആ താക്കോൽ റസൂൽ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന്. നമ്മൾ അലി റളിയല്ലാഹു ഒക്കെ പരസ്യമായിട്ട് പറയുകയാണ്, റസൂലെ, ആ താക്കോൽ എനിക്ക് തന്നേക്കാണെന്ന്. നമ്മൾ റസൂൽ അപ്പോൾ ചെയ്ത ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്. ഈ പതിനായിരക്കണക്കിന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം വിളിക്കുകയാണ്. ആ ഒരാളുടെ പേരാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ. നമ്മൾ റസൂല് താക്കോൽ ചോദിച്ചിട്ട് നിനക്ക് എന്ത് യോഗ്യത ഉള്ളതെന്ന് നമ്മൾ ഉസ്മാൻ ചോദിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു അവസരം വരുമ്പോൾ നമ്മൾ പ്രതികാരം ചെയ്യുമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ പ്രതികാരം ചെയ്യണം. പക്ഷെ മറ്റുള്ളവർ ഒരിക്കലും വേദനിപ്പിച്ചിട്ട് നമ്മുടെ പ്രതികാരം നമ്മൾ ചെയ്യരുത്. ശരിക്കും ഇതല്ല ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നമ്മുടെ റസൂല് കാണിച്ചു തരുന്ന